തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി. നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയത്. വഴിയരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയതായിരുന്നു കുട്ടി. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, നമുക്കറിയാം ഓയൂരെയും അതോടൊപ്പം തന്നെ എറണാകുളം കളമശ്ശേരിയിലുണ്ടായ 2 സംഭവങ്ങൾ, കുട്ടികൾക്ക് നേരെ ഉണ്ടായ ഈ സംഭവങ്ങളുടെ ഒന്നും ആഘാതം മാറുന്നതിന് മുമ്പാണ് മറ്റൊരു കുട്ടിയെ കൂടി, അതും നാടോടി ദമ്പതികളുടെ കുട്ടിയാണ്, 2.5 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പോലീസ് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അല്പം മുമ്പാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കാണാതായ ബീഹാർ സ്വദേശികളുടെ മകളെയാണ് കാണാതായത് എന്നാണ്. അമർദീപ് റബീന ദേവി ദമ്പതികളുടെ മകൾ മേരിയാണ് കാണാതായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓൾ സെയിൻസ് കോളേജിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തുകയാണ്. ജില്ലയിൽ ഉടനീളം പ്രത്യേക സംഘം രൂപീകരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്കൂട്ടറിലെത്തിയ 2 പേർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഈ ദമ്പതികൾ മക്കളോട് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ആക്ടീവ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് ആണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. രാത്രി 1 മണിക്ക് ശേഷം മാതാപിതാക്കൾക്കൊപ്പം ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുട്ടി. രാത്രി 1 മണിക്ക് ശേഷം ഈ കുട്ടിയെ കാണാനില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ദമ്പതികളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും പ്രത്യേക സംഘം, പേട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഘം രൂപീകരിച്ചു കഴിഞ്ഞു. അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപകമായ അന്വേഷണം, സിറ്റിയിലുടനീളം വ്യാപകമായ അന്വേഷണം നടത്തുന്നു എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത് നമുക്കറിയാം, ഈ ജില്ലയെ ഭീതിപ്പെടുത്തിയ ഒരു സംഭവം കൂടിയാണ്. ഇവരോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുള്ളവരോ അതോ എന്തെങ്കിലും തരത്തിൽ ഇവർക്ക് നേരത്തെ അറിയാവുന്നവരോ ആണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് 1 മണി വരെ ഈ ദമ്പതികൾക്കൊപ്പം ഈ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 1 മണിക്ക് ശേഷമാണ് രഞ്ജിത്ത്, ഈ മുൻവൈരാഗ്യമുള്ള ആരെങ്കിലും ആണോ? നമ്മൾ ഓയൂരിലെ സംഭവത്തിലൊക്കെ അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്കറിയാം എറണാകുളം ജില്ലയിൽ ഉണ്ടായ 2 സംഭവങ്ങൾ അത്തരത്തിലുണ്ടായ സംഭവങ്ങളുമായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള അനുമാനങ്ങളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, അതോ ഇത്തരത്തിലൊരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ കണ്ടു എന്ന് മാത്രമാണോ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഈ ദമ്പതികൾ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ മൊഴി എന്ന് പറയുന്നത് സ്കൂട്ടറിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ഇവർക്ക് പരിചയമുള്ള ആളാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവർക്ക് ആരോടെങ്കിലും ഇത്തരത്തിൽ വൈരാഗ്യമുണ്ടോ അതോ ഇവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ ഇതിൽ ഇൻവോൾവ് ആയത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ട സാഹചര്യം കൂടിയുണ്ട്. CCTV-കൾ, നഗരത്തിലുടനീളമുള്ള CCTV-കൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സംശയാസ്പദമായ സാഹചര്യത്തിൽ സ്കൂട്ടർ പോകുന്നത് കണ്ടു എന്ന ഒരാളുടെ മൊഴിയുണ്ട്. അതാണ് ആക്ടീവ സ്കൂട്ടറിലെ കേന്ദ്രീകരിച്ച് അന്വേഷണം നിർത്താൻ കാരണം. രാത്രി 12 മണിക്ക് ശേഷമാണ് ഏതായാലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് നഗരത്തിൽ അരിച്ചുപറക്കിയുള്ള പരിശോധനയാണ്, ആക്ടീവ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നഗരത്തിൽ അരിച്ചുപറക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വയസ്സുകാരിയാണ് കുട്ടി. തിരുവനന്തപുരം പേട്ടയിലെ ഓൾ സെയിൻസ് കോളേജിന് സമീപം സഹോദരങ്ങൾക്കൊപ്പം കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ലഭ്യമായ ഒരു കാര്യം. അതായത് ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയ ആ ഒരു സമയത്ത് തന്നെ ഈ മാതാപിതാക്കൾ ഈ വിവരം മനസ്സിലാക്കിയിരുന്നോ, അറിഞ്ഞിരുന്നോ? അപ്പോൾ തന്നെ പരാതി നൽകാൻ കഴിഞ്ഞിരുന്നോ? അതാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്പമൊന്ന് കാര്യങ്ങൾ അന്വേഷണമൊക്കെ ഒന്ന് വൈകിയത്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വിവരം അറിയുന്നത് മാതാപിതാക്കൾ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു കുട്ടി ഉറങ്ങിയത്. ഒരുപക്ഷെ ഇവരെ ഒന്നും ഉണർത്താതെ അല്ലെങ്കിൽ ഇവരെ അറിയിക്കാതെ ആയിരിക്കാം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്കൂട്ടർ ആക്ടീവ സ്കൂട്ടറാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വ്യാപകമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് പോലീസിന്റെ വിവിധ സംഘങ്ങൾ, നഗരം കേന്ദ്രീകരിച്ചുള്ള വിവിധ സംഘങ്ങൾ വിവിധ തലങ്ങളിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ ആളെ കുറിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇവരുമായിട്ട് നേരത്തെ പരിചയമുള്ള ആരെങ്കിലും ആണോ, വ്യക്തിവൈരാഗ്യം മറ്റെന്തെങ്കിലും സംഗതികൾ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കാര്യങ്ങളിലേക്കൊന്ന് കടക്കേണ്ടതുണ്ട്. അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ
പോലീസ് ഏതായാലും ഈ മാതാപിതാക്കളെ മൊഴി ഇവർ എടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അന്വേഷണ വഴികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. CCTV-കൾ വ്യാപകമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിന് നഗരത്തെ അല്പമൊന്ന് ഭയചകിതമാക്കിയ ഒരു സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയി വരികയാണ്. നാടോടി ദമ്പതികളുടെ മകളാണ് ഈ 2 വയസ്സുകാരി. അന്തി ഉറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, ഈ സ്ഥിരമായി ഈ കോളേജിന്റെ പരിസരത്ത് തമ്പടിച്ചിരിക്കുന്നതാണോ ഈ കുടുംബം? ഹൈദരാബാദ് സ്വദേശികളാണ് ആര്യ ഈ കുടുംബം. ഇവർ ഈ പല ഭാഗങ്ങളിലായി താമസിച്ചു വരുന്നവരാണ്. ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർ ഈ ഓൾ സെയിൻസ് കോളേജിന് സമീപത്തുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ ഈ പല ജോലികൾ ചെയ്ത് നാടോടി ആളുകളാണ്. ഇവർ പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് നഗരത്തെ ഞെട്ടിച്ച ഒരു സംഭവമായി മാറുകയാണ്. ഒരു വ്യക്തത ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിന് തന്നെ ഈ സംഭവത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം. അതിനായി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതായത് മാതാപിതാക്കൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു കുട്ടിയാണ് സ്കൂട്ടറിലെത്തിയ ഒരാൾ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. പോലീസിനുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പോലീസ് ഇതിൽ വ്യാപകമായി അന്വേഷിക്കുന്നുണ്ട്. ഇത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. CCTV-കൾ തന്നെയാണ് പോലീസ് ആശ്രയമായി കരുതുന്നത്, കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തി വരികയാണ്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ്, 12 മണിക്ക് ശേഷമാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാതാപിതാക്കൾ 1 മണിയോട് കൂടിയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഒരുപക്ഷെ വീട്ടുകാർ അടക്കം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി, കുട്ടിയില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2.5 വയസ്സുകാരിയാണ് കാണാൻ ഇല്ലാത്തത്. ഇപ്പോൾ ഒരു സ്കൂട്ടറിൽ, ഒരു ആക്റ്റീവയിൽ എത്തിയ ഒരു വ്യക്തിയാണ്. ഒറ്റയ്ക്കായിരുന്നു അയാൾ ആണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടെയുള്ള ഊർജിതമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചത്.